എടാ ഖൊമേനി, കൊടും ക്രിമിനലെ, നീ അബ്ദനാനിലെ ജനങ്ങൾക്ക് നേരെ നിൻ്റെ വെടിയുണ്ടകൾ തുളച്ചു. പക്ഷേ ഇന്ന് ഞങ്ങൾ നിൻ്റെ ശവത്തിന് ചുറ്റും നൃത്തം വയ്ക്കുകയാണ്. ഇതൊരു ഇറാൻകാരൻ്റെ പ്രതികരണമാണ്. മറിയം സിനായി എന്ന ഒരു ലേഖികയുണ്ട്, ഇറാൻ ഇൻ്റർനാഷണൽ എന്ന പത്രത്തിൻ്റെയാണ്, അല്ല ജേണലിൻ്റെയാണ്. അവരിതുപോലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ, ഖൊമാനിയുടെ മരണത്തിലുള്ള ഇറാൻകാരുടെ പ്രതികരണങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. 2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ അബ്ദനാനിൽ വലിയ ഒരു വെടിവെപ്പ് ഈ ഖൊമാനിയുടെ നേതൃത്വത്തിൽ, ഖൊമാനിയുടെ ആജ്ഞപ്രകാരം നടന്നത്. അവിടെ തെരുവുകളിൽ പ്രതിഷേധക്കാർക്ക് നേരെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഉണ്ടായ ഒരു വെടിവെപ്പായിരുന്നു. മരിച്ചത് 100 കണക്കിന് പേരാണ്, അധികവും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും. ഈ പരിക്കേറ്റ പ്രതിഷേധക്കാരെ നാട്ടുകാർ ആശുപത്രികളിൽ എത്തിക്കാൻ ശ്രമിച്ചു, ചിലരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്ന് തന്നെ പലരെ അറസ്റ്റ് ചെയ്തു, ചിലരെ ഈ കിടക്കയിലിട്ട്, ആശുപത്രി കിടക്കയിലിട്ട് വെടിവെച്ച് കൊന്നു. എന്തായാലും മരണം സംഭവിച്ചു. ബന്ധുക്കൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങാനായി ചെന്നപ്പോൾ ഈ ഭരണകൂടം, ഖൊമേനിയുടെ ഭരണകൂടം അവരോട് ടാക്സ് ചോദിച്ചു. അതിൻ്റെ പേരാണ് ബുള്ളറ്റ് ടാക്സ്. ഒരാളെ കൊല്ലാൻ സൈന്യം ഉപയോഗിച്ച വെടിയുണ്ടയുടെ ചെലവ് എന്ന് പറഞ്ഞുള്ള നികുതി. ലോകത്തിൽ ഇത് എവിടെയെങ്കിലും ഉണ്ടോ? ഇത് $1-2 ആണെന്ന് വെച്ചാൽ ആളുകൾക്ക് കൊടുക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ ഇത് പണത്തിന് വേണ്ടിയല്ല അവർ വാങ്ങുന്നത്. അവർ ചെയ്യുന്നത് ആ കുടുംബത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ ഇതിലൂടെ നശിക്കണം, മറ്റൊരാളും ഇനി പ്രതിഷേധ പ്രകടനത്തിന് പോകാൻ ഉണ്ടാകരുത്. അതുപോലെ തന്നെ ആ കുടുംബത്തെ, അതായത് ഒരു മൃതദേഹം ഏറ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ അതിന് ബുള്ളറ്റ് ടാക്സ് കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്ന അപമാനം, അത് ആ അപകർഷതയ്ക്ക് അതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ച, ഖൊമേനി സൃഷ്ടിച്ച മനുഷ്യത്വ രഹിതമായ ഒരു നികുതിയായിരുന്നു ഈ ബുള്ളറ്റ് ടാക്സ്. നമുക്കറിയാം ഇറാനിൽ ഇൻ്റർനെറ്റ് ലഭ്യമല്ല. പക്ഷേ സ്റ്റാർലിങ്കിൻ്റെ കുഞ്ഞു ഉപഗ്രഹങ്ങൾ വഴിയാണ് ടെഹ്റാനിൽ ഈ പ്രധാനമായിട്ടും ഈ കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത്. അവിടെ നിന്നാണ് ഈ ടെഹ്റാനിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നത്. ഈ മാർഗം ഉപയോഗിച്ചാണ്. അവിടെ ഇൻ്റർനെറ്റില്ല. ഈ മറിയം സിനായിക്ക് കിട്ടിയ വിവരങ്ങൾ, ഇൻഫർമേഷനും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ആ ലേഖനത്തിൽ മറിയം സിനായി പറയുന്നുണ്ട്. ഖൊമേനി കൊല്ലപ്പെട്ടു എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ജനങ്ങൾ വീടിൻ്റെ മട്ടുപ്പാവുകളിൽ വന്ന് ആഹ്ലാദ പ്രകടനം നടത്തി. ടെഹ്റാൻ നിവാസിയായ ഒരു ഫർസാദ് പറയുന്നത് മോട്ടോർ സൈക്കിളുകളുടെയും കാറുകളുടെയും ഹോൺ മുഴക്കവും ആർപ്പുവിളികളും കൊണ്ട് അന്തരീക്ഷം ശബ്ദമുഖരിതമായി എന്നാണ്. മറ്റു ചിലർക്കാണെങ്കിൽ പലർക്കും ഇത് ഈ വാർത്ത കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റിയില്ല. ഒരാൾ പറയുന്നത്, ഖൊമേനിയുടെ മരണം എനിക്ക് അവിശ്വസനീയമായി തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം നേരിട്ട് കാണുന്നതുവരെ എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോഴും വിശ്വസിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഇറാനിലെ ഒരു നഗരത്തിൽ മാത്രമല്ല സംഭവിച്ചത്. കറാജ്, ഖാസ്വീൻ, ഷിറാസ്, കന്മാഷ, ഇസ്ഫഹാൻ, സനന്ദജ് എന്നീ സ്ഥലങ്ങളിലെല്ലാം ആളുകൾ നൃത്തം ചെയ്യുന്നതിൻ്റെയും ആഹ്ലാദങ്ങൾ അല്ലെങ്കിൽ ആഘോഷിക്കുന്നതിൻ്റെയും വീഡിയോകൾ ഓൺലൈനിൽ പ്രചരിക്കുകയാണ് ഉണ്ടായത്. അതാണ് നമ്മളൊക്കെ ഇൻസ്റ്റയിലും മറ്റതും കണ്ടത്. ചിലർ വളരെ ഖേദം പ്രകടിപ്പിച്ചവരുണ്ട്. നമ്മൾ വിചാരിക്കും ഖൊമേനിയെ മരിച്ചതിലുള്ള പ്രതിഷേധമാണ്. ഒരിക്കലുമല്ല, ആ ഖേദമല്ല. അവർ പറയുന്നത് അവനെ അത്ര പെട്ടെന്ന് കൊല്ലാൻ പാടില്ലായിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തലുകളുടെ വേദന അനുഭവിപ്പിച്ചിട്ട് വേണമായിരുന്നു അവനെ കൊല്ലാൻ. മറ്റൊരു അത്ഭുതം നമുക്ക് തോന്നുന്നത്, ഇവിടെ ചില ആളുകളുടെ പ്രതികരണങ്ങൾ പോലെയല്ല. അവിടുത്തെ ആ വീഡിയോകളിൽ അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ, അതിൻ്റെ സബ് ടൈറ്റിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അവരുപയോഗിക്കുന്നൊരു വാക്ക് തന്നെ ഒക്യുപ്പേഷൻ എന്നാണ്. ഇറാനിലെ പെൺകുട്ടികൾ പറയുന്നത് ഇസ്ലാം ഇറാനെ ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ് എന്നാണ്, കീഴടക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇസ്ലാം ഇറാൻ അനധികൃതമായി പിടിച്ചെടുത്തതാണ്. അധിനിവേശക്കാർക്ക് എന്ത് പരമാധികാരം എന്നാണ് അവർ ചോദിക്കുന്നത്. വീഡിയോകളിൽ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആഘോഷങ്ങൾ നടക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ ദുഃഖം തളം കെട്ടിയാണ് കിടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഓരോ വീടുകളിലും ഒരാളെ ഈ ഖൊമേനി കൊന്നിട്ടുണ്ട്. ഖൊമേനി ഒരിക്കലും ജീവിച്ചിരുന്നില്ല എന്നതുപോലെയുള്ള ഒരു കുറിപ്പ് എക്സിൽ വന്നതായിട്ട് ഈ മറിയം എഴുതുന്നുണ്ട്.
നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ ഓർത്ത് സങ്കടം, തടവറകളിൽ പാഴാക്കിയ വർഷങ്ങളെ ഓർത്ത് സങ്കടം, തകർക്കപ്പെട്ട ജീവിതങ്ങളെ ഓർത്ത് സങ്കടം. കാവ്യാത്മകമായിട്ട് എഴുതുന്നു. മറ്റൊരു ഉപയോക്താവ് എക്സിൽ കുറിച്ചത്, ഞാൻ ഒരേ സമയം കരയുകയും ചിരിക്കുകയും ആക്രോശിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ എല്ലാ വികാരങ്ങളും 3 സെക്കൻഡിനുള്ളിൽ ഞാൻ അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ പണ്ട് ഇസ്ലാമിക വിപ്ലവം അവിടെ 1979 നടക്കുമ്പോൾ അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അയാളുടെ മകൻ റസ പഹ്ലവി അയാൾ ഇറാനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഖൊമേനിയുടെ മരണത്തോടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഫലത്തിൽ അവസാനിച്ചിരിക്കുന്നു. അതുടൻ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടും. ഖൊമേനിയുടെ പിൻഗാമിയെ നിയമിക്കാനുള്ള ഭരണകൂടത്തിൻ്റെ ഏതൊരു ശ്രമവും പരാജയപ്പെടും. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ജനത ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ്. പക്ഷേ അങ്ങനെ അവരെ ആഹ്ലാദിക്കാൻ വിടാൻ പാടുണ്ടോ? ഇത് ശരിയല്ല. ഇവരെ നമ്മൾ ഉപദേശിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ കേരളത്തിൽ നിന്നും പുരോഗമനവാദികളുടെ ഒരു 5-10 സ്ക്വാഡ് ഉടൻ തന്നെ ഇറാനിലേക്ക് പോകണം. ഇവിടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞവരെ ബോധവൽക്കരിക്കണം. പ്രധാനമായും പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇറാൻ ഒരു പരമാധികാര രാഷ്ട്രമാണ്. അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അമേരിക്കയ്ക്ക് അവിടുത്തെ അധികാരിയെ മാറ്റാൻ ഒരു അവകാശവുമില്ല. എത്ര പീഡനം അനുഭവിച്ചായാലും നിങ്ങൾ സഹിച്ചു നിൽക്കണം. ചിലപ്പോൾ ഒരു 50 വർഷം അല്ലെങ്കിൽ 100 വർഷം അല്ലെങ്കിൽ 1000 വർഷം, അതൊന്നും പ്രശ്നമല്ല. നിങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കൈകടത്താൻ നിങ്ങൾ വിദേശ ശക്തികളെ അനുവദിക്കരുത്. ഖൊമേനിമാർ പല ക്രൂരതകളും ചെയ്തേക്കാം. നിങ്ങളുടെ ഓരോ വീട്ടിലെയും ഒരാളെ വെച്ച് അയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ അയാൾ നിങ്ങളുടെ രാജാവാണ്, മുത്താണ്, ദൈവം തിരഞ്ഞെടുത്ത ആത്മീയ ഗുരുവാണ്. രാജാധികാരം എന്ന് പറയുന്നത് ദൈവദത്തമാണ്. ജീവൻ പണയം വെച്ച് നിങ്ങൾ രാജാവിനെ സംരക്ഷിക്കണമായിരുന്നു. നിങ്ങളിത് കേട്ട് ഞങ്ങൾ പുരോഗമനത്തിനെതിരാണ് എന്ന് വിചാരിക്കരുത്. ഞങ്ങളും പുരോഗമനവാദികൾ തന്നെയാണ്. ഫർദ നിർബന്ധിച്ച് ധരിപ്പിക്കുന്നതിന് ഞങ്ങളെതിരാണ്. ഖൊമേനി നടത്തിയ ക്രൂരതകളെ ഞങ്ങൾ അപലപിക്കുന്നു. പക്ഷേ നമ്മൾ ഖൊമേനിയെ ഇപ്പോൾ പിന്തുണയ്ക്കേണ്ട സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇവിടെ നിന്ന് ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ പുരോഗമനകാരികളുടെ സ്ക്വാഡ് അവിടെ പോകേണ്ടത്. അവരവിടെ പോകുമ്പോൾ 10 വീടുകളിൽ മിനിമം പോകണം. ആ 10 വീടുകൾ ഏതാണെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഒന്ന് മാഹ്സ അമീനിയുടെ വീട്. തട്ടത്തിൻ്റെ ഇടയിലൂടെ ലേശം മുടി പുറത്ത് കണ്ടു എന്ന കുറ്റത്തിന് പോലീസ് കൊന്ന വീട്. ആ വീട്ടിൽ കയറി അവർ ഉപദേശിക്കണം. അതുപോലെ നിഗാ ഷഗരമിയുടെ വീട്. 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിയെ തെഹ്റാനിലെ പ്രതിഷേധത്തിനിടയിൽ കാണാതായി. പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. തലയ്ക്കടിച്ചാണ് കൊന്നത്. ഈ വീട്ടിലും പോകണം. അതുപോലെ സരീന ഇസ്മായിൽ സാദയുടെ വീട്. 16 വയസ്സുള്ള യൂട്യൂബറായിരുന്നു ആ കുട്ടി. കരാജിൽ നടന്ന പ്രതിഷേധത്തിനിടെ സുരക്ഷാ സേനയുടെ മർദ്ദനമേറ്റും മരിച്ചു. ആ വീട്ടിലെന്തായാലും പോകണല്ലോ. അതുപോലെ ഹദീസ് നജാഫിയുടെ വീട്. ഒരു 22 വയസ്സുകാരിയായ ഹദീസ് പ്രതിഷേധത്തിനിടെ മുടി കെട്ടി വലിച്ച് മുന്നോട്ട് വരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ വെച്ച് നോക്കി വെച്ച് സ്കെച്ച് ചെയ്ത് കൊന്നു. ഗസലെ ചെലവിയുടെ വീട്. പർവ്വതാരോഹകയായ ഒരു പെൺകുട്ടിയായിരുന്നു. വളരെ ഉയരങ്ങൾ കീഴടക്കേണ്ട ഒരു പെൺകുട്ടി, സ്ത്രീയായിരുന്നു. പ്രതിഷേധത്തിൽ അവരെയും കൊന്നു. ഹനാനെ ഖിയയുടെ വീട്. 23 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഹനാനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിൻ്റെ ഡേറ്റ് നോക്കിയിരിക്കുന്ന ഒരു ദിവസമാണ് പ്രതിഷേധത്തിനിടയിൽ വെടിവെച്ച് കൊന്നത്. 7ാമത്തെ വീട് റോബിന അമീനിയയുടെ വീട്. 23 വയസ്സുള്ള വിദ്യാർത്ഥിനിയായിരുന്നു റോബിന. ജനുവരി 8 തെഹ്റാനിൽ നടന്ന പ്രതിഷേധത്തിനിടെ തലയ്ക്ക് പിന്നിൽ വെടിയേറ്റ് മരിച്ചു. അതുപോലെ 8ാമത്തെ വീട് അസൽ ഷാഫിയുടെ വീട്. 21 വയസ്സുള്ള ഈ പെൺകുട്ടിയെ തെഹ്റാനിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊന്നു. 9ാമത്തെ വീട് 23 വയസ്സുള്ള ഒരു പെൺകുട്ടി സോനയക്തിയുടെ വീട്. പാരസർ എന്ന സ്ഥലത്ത് വെച്ചാണ് കൊന്നത്. 10ാമതായി 42 വയസ്സുള്ള ഫാത്തിമ അബ്ദുള്ളാഹിയുടെ വീട്ടിലും ഇവർ പോകണം. ഈ സ്ക്വാഡ് 10 വീട്ടിൽ പോയാൽ മതി. ആ വീട്ടിൽ ഈ 10 വീട്ടിൽ പോയാൽ തന്നെ ഈ സ്ക്വാഡ് അത്ഭുതം പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ സ്ക്വാഡിനെ ആരാണ് നയിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് തമ്മിൽ മത്സരം, അതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഏതോ വഴിയിലൂടെ പോകേണ്ടിയിരുന്ന മിസൈലുകളെ മാടി വിളിച്ച് തലയ്ക്ക് മുകളിലിട്ട് പൊട്ടിച്ചു മരിച്ചവരാണ് ഈ ഖൊമേനി. അയാളുടെ കയ്യിലിരിപ്പ് നിസാരമായിരുന്നില്ല. നമുക്കറിയാം, കാൾ പോപ്പറിനെ പോലുള്ള തുറന്ന സമൂഹത്തിൻ്റെ വാക്താക്കൾ വളരെ സിമ്പിളായി പറഞ്ഞൊരു കാര്യമുണ്ട്.
അൺലിമിറ്റഡ് ടോളറൻസ് മസ്റ്റ് ലീഡ് ടു ദി ഡിസപ്പിയറൻസ് ഓഫ് ടോളറൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിരുകളില്ലാത്ത സഹിഷ്ണുതയുടെ തന്നെ നാശത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നശിച്ചു പോകാതിരിക്കാൻ ഇത്തരം ചെറിയ ഓപ്പറേഷൻസ് വേണ്ടി വരും. തുറന്ന് സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു ഖൊമേനിയല്ല ഈ ലോകത്തുള്ളത്. ഒരുപാട് ഖൊമേനിമാരുണ്ട്. പക്ഷേ അവരുടെ കയ്യിലൊക്കെ ആറ്റം ബോംബുണ്ട്. അവരെ ആക്രമിക്കാൻ പോയാൽ അത്ര എളുപ്പമായിരിക്കില്ല. ആ ഭ്രാന്തന്മാരൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഭ്രാന്തന്മാരെ പോലെ ആകാൻ ശ്രമിക്കുന്ന ഇവരെ പോലുള്ള ഭ്രാന്തന്മാരെ ഒതുക്കാൻ നമുക്ക് പറ്റും, ഒതുക്കുകയും വേണം. ഓപ്പൺ സൊസൈറ്റിയുടെ നിലനിൽപ്പിന് അത് അത്യന്താപേക്ഷിതമാണ്. വേറെ നിവൃത്തിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ലിബറൽ റെസ്പോൺസിൽ നമുക്ക് ഇറാനിലെ മറ്റു വിഷയങ്ങൾ കൂടി പറയാം. നന്ദി, നമസ്കാരം.